exhaust. At that time, suppose the air is sucking through this way. That is, piston reaches at this extreme end portion. At that time, suppose the gas is here. It will not reach along with that piston movement. In order to reach that gases along with that piston surface, this inlet valve should be opened some more time. ആ ടൈം ലാഗ് കോപ്പ് ചെയ്യാൻ മീൻസ് ആ ഗ്യാസിനുള്ള സ്പീഡ് ഉണ്ടാവില്ലേ ആ ഇത് അങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി നേരം തുടങ്ങണം, അല്ലെങ്കിൽ ഇത് അവിടെ എത്തുന്നതിന് മുമ്പ് ഇങ്ങോട്ട് കംപ്രഷൻ തുടങ്ങും. അപ്പോൾ ഇൻടേക്ക് വോളിയം കുറയും. അത് പറയാം, അത് ലാസ്റ്റ് സ്ട്രോക്കിലാണ് അത് പറയേണ്ടത്. എഞ്ചിന്റെ സ്പീഡ് കൂടുന്തോറും ഈ പ്രോബ്ലം കൂടില്ലേ? ഇല്ല, അപ്പോൾ എഞ്ചിൻ്റെ സൈസ് കൂടുമ്പോൾ സ്പീഡ് കുറയ്ക്കും. അപ്പോൾ സ്പീഡ് കുറയ്ക്കുന്ന സമയത്ത് വിത്തിൻ ആ സ്പേസ് ലിമിറ്റിനുള്ളിൽ കമ്പസ്റ്റൻ നടക്കും. അപ്പോൾ ലാർജ് എഞ്ചിനിലെല്ലാം സ്പീഡ് കുറയുന്നതിൻ്റെ കാരണം അതാണ്. ഇപ്പം നമ്മൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ അത് 1500 അപ്പോൾ 2000 ഒക്കെയാണ് RPM വരുന്നത്. അതേസമയം ഇതിൽ വരുമ്പോൾ 340 RPM ആണ്. അപ്പോൾ എഞ്ചിൻ്റെ സൈസ് കൂടുതലാണ്. സൈസ് കൂടുന്നതനുസരിച്ച് സ്പീഡ് കുറയ്ക്കും. സ്മോൾ എഞ്ചിന് ഹൈ സ്പീഡ്. Then here is the compression stroke. That is at the end of compression, that is നമ്മുടെ ആക്ച്വൽ ഡയഗ്രാം ഇതല്ലേ, സക്ഷൻ, കംപ്രഷൻ ആൻഡ് ദെൻ ഹീറ്റ് സപ്ലൈഡ്. ഇവിടെ വെച്ച് കംപ്രഷൻ നടക്കുകയാണ്. ഇത് ഇത്രയും സെക്ഷനാണ് നമ്മൾ കാണിച്ചത്. ഇത് ഇത്രയും സെക്ഷനാണ്. എന്നിട്ട് ഇത് കംപ്രഷനാണ്. ഈ കംപ്രഷൻ്റെ എൻഡിൽ, ദാറ്റ് ഈസ് അറ്റ് ദി എൻഡ് ഓഫ് കംപ്രഷൻ, ദ ഫ്യൂവൽ ഇൻജെക്ടർ ഇൻജെക്ടിങ് ഫ്യൂവൽ ഇൻ ടു ദ ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ എയർ. ദാറ്റ് ഈസ് it is starting from here. That is the fuel supply starting, and here fuel supply ending. അപ്പോൾ fuel supply, fuel pumping begin and fuel pumping end. ഇത്രയും ടൈമിലാണ് എന്ത് ചെയ്യുന്ന ഫ്യൂൽ സപ്ലൈ നടക്കുന്നത്. ഇതാണ് നമ്മൾ ഹീറ്റ് സപ്ലൈഡ് എന്ന് പറയുന്നത്. ഈ പോർഷൻ ഹീറ്റ് സപ്ലൈഡ്, ദാറ്റ് ഈസ് ഫ്യൂൽ പമ്പിങ് ബിഗിൻ. ഫ്യൂൽ ഇഞ്ചക്ടർ ഫ്യൂൽ ഇഞ്ചക്ട് ചെയ്ത് തുടങ്ങുന്നത് മുതൽ ഇഞ്ചക്ഷൻ നിലയ്ക്കുന്നത് വരെ, ദാറ്റ് ഈസ് ദ ഹീറ്റ് സപ്ലൈഡ്. ദിസ് ഈസ് ഹീറ്റ് സപ്ലൈഡ്. Then this is the working stroke. That is at the end of the working stroke, that is before 540 degree, this exhaust valve opens, so that burned gases removing from the engine. Then it that is, here it is the exhaust valve closing.